മെഡിക്കൽ കോളേജിനെ കുറിച്ച് മുതലക്കണ്ണീർ ഒഴുക്കുന്ന BJP അറിയണം, കോൺഗ്രസും അറിയണം. ആ മെഡിക്കൽ കോളേജ് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോ നരേന്ദ്രമോദി ഒരു ഉത്തരവിറക്കി. ESA കോർപ്പറേഷൻ മെഡിക്കൽ കോളേജ് നടത്തേണ്ടതില്ല, എല്ലാ മെഡിക്കൽ കോളേജും ഉപേക്ഷിക്കുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു നരേന്ദ്രമോദി. BJP ഒരു ഉത്തരവിറക്കി. വേണമെങ്കിൽ ESAയുടെ നിബന്ധനകൾ അംഗീകരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് വേണമെങ്കിൽ മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാം. ഇല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ഈ വ്യവസ്ഥകൾ അംഗീകരിക്കുന്ന സ്വകാര്യ മുതലാളിക്ക് ഈ മെഡിക്കൽ കോളേജ് കൈമാറാം. ഇതായിരുന്നു BJPയുടെ ഉത്തരവ്. ആ സംസ്ഥാന ഗവൺമെന്റ്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആ ഉത്തരവ് പൂഴ്ത്തിവെച്ചു, വെളിയിൽ കാണിച്ചില്ല. എന്തായിരുന്നു ഉദ്ദേശം? കോൺഗ്രസ് പറയണം. അന്നിവിടെ UDFന്റെ MP ഉണ്ടായിരുന്നല്ലോ, ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. എന്തായിരുന്നു ഉദ്ദേശം? UDF പറയണം. ഉദ്ദേശം മറ്റൊന്നുമായിരുന്നില്ല. സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ യാതൊരു സന്മനസ്സും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് പോലെ ഒരു സ്വകാര്യ മുതലാളിക്ക് കൈമാറാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. അത് കേരള കൗമുദി പത്രത്തിലൊരു വാർത്തയിലൂടെ ആണ് പുറത്തു വന്നത്. പൂഴ്ത്തിവെച്ചിരുന്ന ഉത്തരവ് പത്രക്കാർക്ക് പുറത്തു കിട്ടി. പിറ്റേ ദിവസം ഞങ്ങള് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പാരിപ്പള്ളിയിൽ ജനകീയ സമരം ആരംഭിച്ചു. സഖാവ് PV സത്യൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്, എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും MLAയും ഈ ചാത്തന്നൂർ മണ്ഡലത്തിലെ മുഴുവൻ ഇടതുപക്ഷ ജനപ്രതിനിധികളും ദിവസങ്ങൾ നീണ്ട സത്യാഗ്രഹ സമരം, ഇടതുപക്ഷ നേതാക്കന്മാരെല്ലാം പങ്കെടുത്തുകൊണ്ട് മാസങ്ങൾ നീണ്ട സമരമായി മാറി. ആ സമരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇത് സ്വകാര്യ മുതലാളിയുടെ കയ്യിൽ പോകാതെ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കാൻ നിർബന്ധിതമാകുകയായിരുന്നു ഈ നാടിന്റെ സമരത്തിന്റെ ഭാഗമായി. അങ്ങനെ തത്വത്തിൽ ആ മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. 1.5 വർഷക്കാലം ആ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ ഉണ്ടായിരുന്നിട്ടും ആ മെഡിക്കൽ കോളേജിലേക്ക് ഒരു സൂപ്രണ്ടിനെ പോസ്റ്റ് ചെയ്യാൻ, ഒരു പ്രിൻസിപ്പാളിനെ പോസ്റ്റ് ചെയ്യാൻ ഉമ്മൻചാണ്ടി സർക്കാർ തയ്യാറായില്ല. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു ഉദ്ഘാടന മാമാങ്കം നടത്താൻ തീരുമാനിച്ചു ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. സൂപ്രണ്ടിനെ പോസ്റ്റ് ചെയ്യാതെ, പ്രിൻസിപ്പാളിനെ പോസ്റ്റ് ചെയ്യാതെ മെഡിക്കൽ കോളേജ് എങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുക? ഇടതുപക്ഷം പ്രതിഷേധിച്ചു, ഞങ്ങൾ ബഹിഷ്കരിച്ചു. ഞാനെന്ന് MLA ആണ്. ഞങ്ങൾ ബഹിഷ്കരിച്ചു. ഞങ്ങളുടെ സമരം ഭയന്ന് മറ്റൊരു വഴിയിൽ കൂടി മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോയി. 2016 ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നു. 1.5 വർഷക്കാലം നോക്കുകുത്തിയാക്കി ഇരുന്ന ആ മെഡിക്കൽ കോളേജിനെ സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റ് വന്ന്, ശ്രീമതി ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായി വന്ന് 4 മാസത്തിനകം പ്രിൻസിപ്പാളും സൂപ്രണ്ടും ഉൾപ്പെടെയുള്ള 400 പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് മെഡിക്കൽ കോളേജായി പ്രവർത്തനം ആരംഭിച്ച് ഉദ്ഘാടനം ചെയ്ത മുന്നണിയുടെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി.